വെട്ടുകാട് ചന്ദനക്കുന്ന് ശ്രീ വനദുർഗാ ദേവി ക്ഷേത്രത്തിൽ നടത്തുന്ന മണികെട്ടൽ ചടങ്ങിന് ഓരോ ദിവസവും ക്ഷേത്രത്തിലെത്തുന്നത് നിരവധി ഭക്തർ. അതിപുരാതനമായ ക്ഷേത്രമാണ് പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വെട്ടുകാട് ശ്രീ വനദുർഗാ ദേവി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് മണികെട്ടൽ ചടങ്ങ്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായും മംഗല്യഭാഗ്യം, സന്താന സൗഭാഗ്യം, വിദ്യാഭ്യാസ വിജയം, ഭൂമി ലാഭം, ശത്രുദോഷം മാറുന്നതിനും തുടങ്ങി നിരവധി കാര്യങ്ങൾക്കായാണ് ഭക്തർ ക്ഷേത്രത്തിലെത്തി മണികെട്ടൽ ചടങ്ങ് നടത്തുന്നത്. ശ്രീകോവിലിൽ നിന്നും ക്ഷേത്രം മേൽശാന്തി പൂജിച്ച് നൽകുന്ന മണി പ്രാർത്ഥനാപൂർവം ഏറ്റുവാങ്ങി ശ്രീകോവിൽ ചുറ്റി പ്രദക്ഷിണം വച്ച ശേഷം ക്ഷേത്രത്തിന് പുറകുവശത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സ്ഥാപിച്ചാൽ മനസ്സിലെ ആഗ്രഹം നടപ്പാകുമെന്നാണ് വിശ്വാസം. 6 മാസം മുൻപ് ആരംഭിച്ച മണികെട്ടൽ ചടങ്ങ് ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. മണികെട്ടൽ ചടങ്ങ് കൂടാതെ സർവൈശ്വര്യ പൂജ, പൗർണമി പൂജ, ആയില്യ പൂജ, വിശേഷാൽ പൂജകൾ എന്നീ ചടങ്ങുകളും നടത്തിവരുന്നു. ക്ഷേത്രം മേൽശാന്തി മനു, ക്ഷേത്രം ഭരണസമിതി കമ്മിറ്റി പ്രസിഡന്റ് PV ചന്ദ്രൻ, സെക്രട്ടറി നന്ദിത രവി, വൈസ് പ്രസിഡന്റ് മഞ്ചേഷ് CM, ട്രഷറർ ശ്യാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിവരുന്നത്. നമസ്കാരം. ചന്ദ്രകുന്ന് വനദുർഗ ദേവീക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് മണി കെട്ടുന്ന ഒരു ചടങ്ങുണ്ട്. ക്ഷേത്രത്തിലെ അഷ്ടമംഗലി പ്രശ്നം വെച്ചപ്പോൾ ഉദ്ദിഷ്ടകാര്യത്തിന് മൂലസ്ഥാനത്ത് മണി കെട്ടി പ്രാർത്ഥിച്ചാൽ കാര്യസാധ്യം അത് നടന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. വിവാഹം നടക്കാനും അതുപോലെ തന്നെ സന്തതികളില്ലാത്തവർക്ക് സന്തതികളുണ്ടാവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാപഠനത്തിനും ഒക്കെ വളരെ വിശേഷമാണ് ഈ ദേവീസന്നിധിയിലെ മണികെട്ടൽ വഴിപാട്. 3 മണിയാണ് കെട്ടേണ്ടത്. ലളിതാ സഹസ്രനാമത്തിലെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി, അതിൻ്റെ ഒരു ഇതെടുത്തിട്ടാണ് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഈ സങ്കല്പത്തിലാണ് 3 മണി കെട്ടുന്നത്. ഇപ്പോൾ കാര്യസാധ്യത്തിനായിട്ട് എല്ലാ മാസം പൗർണമി പൂജയുണ്ട്. അപ്പോൾ 18 പൗർണമി പൂജ ചെയ്യും വേണം 3 മണി കെട്ടിയതിന് ശേഷം. അപ്പോൾ ഇനിയൊക്കെ ഭക്തന്മാരുടെ അനുഭവത്തിലേക്ക് നോക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അമ്മൂമ്മയുടെ മോന് വിവാഹം ശരിയാവാതെ ഇവിടെ വന്ന് മണി കെട്ടി പ്രാർത്ഥിച്ച് ആൾക്ക് വിവാഹം ശരിയായി. ഇപ്പോൾ 100 മണി നമുക്ക് സ്പോൺസറായിട്ട് അവർ തന്നു. അതുപോലെ തന്നെ അവർ വീട് വെക്കാനായിട്ട് അതുപോലെ മണി വന്ന് കെട്ടി അവർക്കും വീട് ശരിയായി. അപ്പോഴും 50 മണി നമുക്ക് സ്പോൺസറായിട്ട് തന്നു. ഇതിപ്പോൾ ഓരോ ദിവസങ്ങളിൽ ഭക്തന്മാരുടെ എണ്ണം കൂടി വരുന്നുണ്ടോ? ഓരോ ദിവസങ്ങളും ഭക്തന്മാരുടെ എണ്ണം കൂടി വരുന്നു. മണി കെട്ടാൻ പുറത്തുനിന്നൊക്കെ അറിഞ്ഞ് ആളുകൾ വരുന്നുണ്ട്. കുന്നംകുളത്തുനിന്ന് ഒരു വിളിച്ച് പറഞ്ഞ് 7 മണി ദേവിക്ക് കെട്ടാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ 7 മണി കെട്ടി. അവരുടെ ആ കാര്യം സാധിച്ചെന്നാണ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞത്. കല്യാണമായിരുന്നു. മോളുടെ കല്യാണം 3 മാസം കൊണ്ട് ശരിയായി. അപ്പോൾ അടുത്ത മണി കെട്ടാനായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.